യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. CR 127/23 സാക്ഷി സേനാപതി കൊലക്കേസ്. യുവർ ഓണർ, പ്രതി അരുണിമയ്ക്ക് വേണ്ടി കോടതി മുമ്പാകെ ബെയിൽ മൂവ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യുവർ ഓണർ, അരുണിമയെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ 18-ാം തീയതിയാണ്. അന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്ത് റിമാൻഡ് ചെയ്തതുമാണ്. 19-ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടും പ്രതിയുമായി തെളിവെടുപ്പിന് പോലീസ് പോയത് 21-നാണ്. ഇന്ന് തീയതി 23 ആയിരിക്കുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കുറ്റകൃത്യം താൻ ചെയ്തതാണെന്ന് അരുണിമ പോലീസ് മുമ്പാകെ കൺഫസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അരുണിമ പോലീസിന് നൽകിയ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ പ്രകടമായ വൈരുദ്ധ്യമുണ്ട്. ആ നിലയ്ക്ക് അരുണിമയുടെ കൺഫെഷൻ സാധുവായ ഒന്നായി അംഗീകരിക്കാൻ കഴിയില്ല. പ്രതി ഈ കോടതിയുടെ തന്നെ ജൂറിസ്ഡിക്ഷനിൽ താമസിക്കുന്ന ആളും നാട്ടിൽ നിന്നോ രാജ്യത്തു നിന്നോ തന്നെ എങ്ങോട്ടും പോകാൻ സാധ്യതയില്ലാത്ത ഒരാളാണ്. ആ നിലയ്ക്ക് മതിയായ ബോണ്ടിന്മേൽ പ്രതിക്ക് ജാമ്യം നൽകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. എന്താ അടിക വക്കീലേ, ജാമ്യം കൊടുക്കുന്നതിൽ എതിർപ്പുണ്ടോ? ശക്തമായ എതിർപ്പുണ്ട് യുവർ ഓണർ. എന്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് രാമൻ മേനോന്റെ ജൂനിയറായിരുന്ന അഡ്വക്കേറ്റ് അർജുൻ ഈ കേസിനെ പറ്റി കുറച്ചുകൂടി ആഴത്തിൽ പഠിച്ചിട്ട് വേണമായിരുന്നു ഈ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാനെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ കേസിൽ പ്രതി കുറ്റം സമ്മതിച്ചുവെന്ന് സ്വമേധയാ സമ്മതിച്ചിട്ടുള്ളതാണ്. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയപ്പോഴായിരുന്നില്ല ഈ കുറ്റസമ്മതം. പകരം കുറ്റകൃത്യത്തിന് ശേഷം പ്രതി സ്വയം സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. അന്വേഷണത്തിൽ പ്രതി കുറ്റം ചെയ്തതായി, അതും തീർത്തും ക്രൂരവും പൈശാചികവുമായ രീതിയിൽ കൊല നടത്തിയതായി ബോധ്യപ്പെട്ടിട്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതും റിമാൻഡ് ചെയ്തതും. ഈ രീതിയിലുള്ളൊരു കേസിൽ 5-6 ദിവസം അകത്ത് കിടക്കുന്നു എന്നത് അത്ര ഗൗരവമുള്ളതായി ഈ വക്കീലിന് തോന്നുന്നത് പ്രതി ഇദ്ദേഹത്തിന്റെ അച്ഛൻ പെങ്ങളായതുകൊണ്ടും മാത്രമാണ്. സ്വന്തം ബന്ധങ്ങളെ കോടതി നടപടികളുമായി കൂട്ടിക്കുഴയ്ക്കാൻ തുടങ്ങിയാൽ വക്കീലന്മാർ ബന്ധുക്കളായിട്ടുള്ള പ്രതികളെ മുഴുവൻ ജാമ്യം നൽകി പുറത്തുവിടേണ്ടി വരും യുവർ ഓണർ. ഒബ്ജക്ഷൻ യുവർ ഓണർ. യെസ് പ്രൊസീഡ്. ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ പോലീസ് വേട്ടയാടിപ്പിടിച്ച പ്രതിയല്ല അരുണിമ. താൻ കുറ്റം ചെയ്തുവെന്ന് സ്വയമേവ പോലീസിൽ ചെന്ന് അറിയിച്ച ആളാണ്. അങ്ങനെയുള്ള ഒരാളുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ ആ മൊഴിയെ വിശ്വാസത്തിലെടുക്കാതിരിക്കുകയാണ് പോലീസ് ചെയ്യേണ്ടത്. താൻ കുറ്റം ചെയ്തുവെന്ന് ഒരാൾ സ്വയം സമ്മതിച്ചുകൊണ്ട് മാത്രം ഒരാളെ കുറ്റവാളിയാണെന്ന് വിധിക്കാൻ നമ്മുടെ നിയമ സംവിധാനത്തിന് കഴിയില്ലെന്ന് ഞാൻ കോടതിയെ ബോധിപ്പിക്കുന്നു. 2022-ൽ ആലുവയിൽ വെച്ച് നടന്ന ഒരു കൊലപാതകത്തിന്റെ പ്രതിയായി സ്വയം കുറ്റമേറ്റെടുത്ത് പോലീസിൽ സറണ്ടറായ ഒരാൾക്ക് സെൽഫ് കൺഫെഷൻ മാത്രം കണക്കാക്കി പ്രതിയായി വിലയിരുത്താനാവില്ലെന്ന കാരണം പറഞ്ഞ് ഹൈക്കോടതി ജാമ്യം നൽകിയിരുന്നു. ഇന്നത്തെ ഈ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ രാമകൃഷ്ണ അടിയെയാണ് അന്ന് പ്രതിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. ഒരിക്കൽ അദ്ദേഹം തന്നെ ഉന്നയിച്ച ലോ പോയിന്റ് ഇദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ജൂനിയറായ ഞാൻ വീണ്ടും ഉദ്ധരിക്കുന്നതിൽ ഇദ്ദേഹത്തിന് അഭിമാനമാണ് തോന്നേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇദ്ദേഹം ഈ കേസിൽ എന്റെ എതിർഭാഗത്താണ് വാദിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിക്ക് ഈ 2 കേസുകളും താരതമ്യം ചെയ്യാവുന്നതാണ്. ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ മുമ്പൊരു കേസിൽ വാദിച്ച അതേ ന്യായം കൊണ്ട് തന്നെ എന്റെ കക്ഷി ജാമ്യം നേടാൻ അർഹയാണെന്ന് ഞാൻ കോടതിയെ ഒരിക്കൽ കൂടി ബോധിപ്പിക്കുന്നു. Any more arguments? Yes, Your Honor. ജാമ്യം നിഷേധിക്കാൻ കാരണമായ വാല്യൂഡ് പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം.
വെറുതെ കാടടച്ച് വെടിവെച്ച് കോടതിയുടെ സമയം കളയണോ? യെസ്, ഐ ഹാവ് എ സബ്മിഷൻ ഫോർ എ ക്രോസ്. ജാമ്യം നിഷേധിക്കാൻ ക്രോസോ? യെസ് യുവർ ഓണർ. ബഹുമാനപ്പെട്ട വക്കീൽ അഡ്വക്കേറ്റ് അർജുൻ ക്ലെയിം ചെയ്തതുപോലെ ഈ കേസിൽ പോലീസ് കുറ്റപത്രം ഹാജരാക്കിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ബോധ്യപ്പെടാൻ എനിക്ക് കേസ് അന്വേഷിക്കുന്ന കുമാറിനെ ഒന്ന് ക്രോസ് ചെയ്യണം. യെസ്, ഗ്രാൻഡ്. CI കുമാർ. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. സത്യം, സത്യം, സത്യം. CI കുമാർ അല്ലേ? അതെ, താങ്കളല്ലേ പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുപോയത്? അതെ. പ്രതി ആദ്യം പോലീസിന് നൽകിയ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ പ്രഥമ ദൃഷ്ട്യാ എന്തെങ്കിലും വൈരുദ്ധ്യം ഉണ്ടായിരുന്നു? ഉവ്വ്. എന്തായിരുന്നു അത്? ആദ്യത്തെ മൊഴിയിൽ ഒരു തവണ കുത്തിയെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഡെഡ് ബോഡിയിൽ 2 കുത്തുണ്ടായിരുന്നു എന്ന് അന്ന് തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം 2ാമത്തെ കുത്തായിരുന്നു മരണകാരണം. പ്രതിയോട് അതേപറ്റി ചോദിച്ചില്ലേ? ഉവ്വ്. എന്തായിരുന്നു പ്രതികരണം? പ്രതി 2 തവണ കുത്തിയെന്ന് സമ്മതിച്ചു. അതായത് ആദ്യം ഒരു കുത്തെന്ന് പറഞ്ഞ പ്രതി തെളിവെടുപ്പിന് പോയ സമയത്ത് 2 തവണ കുത്തിയെന്ന് സമ്മതിച്ചു. അതെ. യുവർ ഓണർ, പ്ലീസ് നോട്ട് ദ പോയിന്റ്. പ്രതി പോലീസിൽ ഹാജരാക്കിയ ആയുധം തന്നെയാണോ മരണകാരണം? ആദ്യത്തെ മുറിവ് ഹാജരാക്കിയ ആയുധം കൊണ്ട് തന്നെയാണ്. എന്നാൽ 2ാമത്തെ മുറിവ് അതുകൊണ്ടല്ല. അതായത് മരണകാരണം ഹാജരാക്കിയ ആയുധം കൊണ്ടുള്ള മുറിവല്ല. അല്ല. ആ ആയുധം കണ്ടെത്തിയോ? ഇതുവരെ ഇല്ല. ശരി, പൊയ്ക്കോളൂ. യുവർ ഓണർ, വളരെ ആസൂത്രിതമായി ചില കൂട്ടാളികളുമായി ചേർന്ന് നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണിത്. ഒന്നാമതായി കൊല്ലപ്പെട്ടത് ജയിൽ ചാടിയ ഒരു പ്രതിയാണ്. അത് തന്നെ ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. രണ്ടാമതായി സ്വയമേവ സറണ്ടറായി എന്ന് വരുത്തി തീർത്ത പ്രതി കൊലയ്ക്കുപയോഗിച്ച ആയുധം ഒളിപ്പിക്കുകയും താരതമ്യേന മരണകാരണമാകാൻ സാധ്യമല്ലാത്ത ഒന്ന് തൊണ്ടിയായി ഹാജരാക്കുകയും ചെയ്തു. പോലീസിനെ ഇവർ മനഃപൂർവ്വം കബളിപ്പിക്കുകയും അന്വേഷണം വഴിതെറ്റിക്കുകയും കോടതിയെയും പ്രോസിക്യൂഷനെയും പരിഹസിക്കാനുമായി മനഃപൂർവ്വം ചെയ്തതാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മരണത്തിന് കാരണമായ തൊണ്ടി മുതൽ ഹാജരാക്കാൻ പോലീസ് വിഷമിക്കുമെന്നും പകരം തൊണ്ടിയായി നൽകിയത് കോടതിയിൽ നിലനിൽക്കില്ല എന്ന് ആരോ വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി ഇങ്ങനെ ഒരു നാടകം നടത്തിയിട്ടുള്ളത്.